അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടും സെപ്റ്റംബറിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായിട്ടും നടത്തപ്പെടുന്ന ഫണ്ട് റണ്ണിൻ്റെ കൂടെ പ്രവർത്തനത്തെക്കുറിച്ച് ആലോചിക്കുവാനും അതിൻ്റെ കാര്യപരിപാടികൾ വളരെ ദീർഘമായി ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഈ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. മുതൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. അതിൻ്റെ സമാപന നില 23-ാം തീയതി മറ്റെല്ലാ 13 ജില്ലകളിലും അന്താരാഷ്ട്ര ഒളിമ്പിക് ഡേ റണ്ണുണ്ട്. പക്ഷെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഈ വർഷം നമ്മൾ ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗമായിട്ട് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ ഇന്ത്യക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ട് റൺ, അത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ മേൽനോട്ടത്തിൽ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കേരള ഒളിമ്പിക് അസോസിയേഷനും കേരള ഗവൺമെൻറ്റും കേരള സ്പോർട്സ് ഡയറക്ടറേറ്റും കേരള സ്പോർട്സ് കൗൺസിലും വിവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങളോട് ചേർന്ന് വളരെ വിപുലമായ രീതിയിൽ നടത്തുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. മരുന്നിടുന്നത് എല്ലാ ഓഫീസിലും ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാ ഓഫീസിലും ചെയ്യുന്നത് ആർക്ക് വേണം, അതാ പറഞ്ഞ ആർക്ക് വേണോ, എവിടെ ഏത് ഓഫീസിൽ എവിടെ വേണോ അവരുടെ ഒരു മീറ്റിംഗ് കൂടി അവർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മളുടെ ഭാഗത്ത്, അതായത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണങ്ങളും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം അധ്യാപകർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവിധ അറിയിപ്പുകളും കൊടുത്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന പരിപാടി എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവുന്ന ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ശരിക്ക് സംസ്ഥാനത്ത് കായിക വകുപ്പിന് വേണ്ടിയാണ് നടത്തുന്നത്. അപ്പോൾ കായിക വകുപ്പ് എൻ്റെ ഓൺ പ്രോഗ്രാമാണ്. അപ്പം പ്രത്യേകിച്ച് ഒരു അഭിനന്ദനം മാത്രമേ പറയുന്നുള്ളൂ. എല്ലാ സഹകരണം ഉണ്ടാവും. ഇതിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ ഫിസിക്കൽ എഡ്യൂക്കേറ്റേഴ്സാണ്. ഈ ഒളിമ്പിക് മൂവ്മെൻറ്റ് അതിൻ്റെ ടോർച്ച് ബെയറേഴ്സ്. തീർച്ചയായിട്ടും എല്ലാവിധ സഹകരണവും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും. അപ്പം നമ്മൾ ഈ ഫണ്ട് റണ്ണിനെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ പേരൻസിന് ഒരു അവയർനെസ് കൊടുക്കുക. ഇതിൽ വരാൻ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. അപ്പോൾ അത് സുരക്ഷാ നടപടികളെല്ലാം സ്വീകരിച്ച് വേണം സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപകർ കുട്ടികളുമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നതിന്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സ്കൂളിൽ നിന്ന് വരേണ്ട എല്ലാ സഹായവും ഉണ്ടാവും. എല്ലാ ഭാഗങ്ങളും നേരിടുന്നു. ബഹുമാനപ്പെട്ട കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ പങ്കെടുക്കുന്നത്. എല്ലാം വിശദമായി പറഞ്ഞതിന് ആദ്യം തന്നെ നന്ദി. ആദ്യം എനിക്കും തോന്നിയ സംശയമാണ് സാർ ഇവിടെ സൂചിപ്പിച്ചത്, അതായത് കോളേജുകളില്ലേ ഇതിലെന്ന്. പക്ഷേ കോളേജുകളും കൃത്യമായിട്ടുണ്ടെന്നും വ്യക്തമായ നിർദ്ദേശങ്ങൾ കിട്ടുമെന്നും അറിഞ്ഞതിൽ സന്തോഷം. ഞങ്ങൾ എല്ലാ നിർദ്ദേശങ്ങളും കോളേജുകളിലേക്ക്, യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്നതിനോടൊപ്പം കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതനുസരിച്ച് ഞങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്നതാണ്. എല്ലാ ആശംസകളും.